എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്ക് മനസ്സിലാക്കും. ഒരു സൂര്യ നമസ്കാരത്തിനാണ് 10ലധികം യോഗകൾ ചേരുന്നതാണ് ഒരു സൂര്യ നമസ്കാരം. ഇത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കഴിയുന്നതും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു യോഗ ചെയ്യുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇന്ന് നമ്മൾ ഈ ലോകം മുഴുവൻ ആചരിക്കുന്ന ഈ യോഗാ ദിനത്തോട് ഒപ്പം നമ്മുടെ ഈ ചടയമംഗലം മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും ചേരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗയുടെ പരിശീലന പരിപാടിക്ക് വേണ്ടി നമുക്കിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുതിർന്ന യോഗ അധ്യാപകൻ സുരേഷ് സാർ, മഠത്തിൽ സുരേഷ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് യോഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് മരുന്നില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, അതാണ് യോഗ. ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മളെ അധികാരി പറഞ്ഞ മാതിരി നമ്മളെ മോഡിജിയുടെ കാര്യം മോഡിജിയുടെ കാര്യം പറഞ്ഞിരുന്നു. 9 ദിവസം. കാരണം അമേരിക്കയിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ച് ആദ്യമായിട്ട്, കാരണം അങ്ങോട്ട് കാലുവെക്കാൻ സമ്മതിക്കില്ല. അതെപ്പോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെന്ന് 9 ദിവസം അവർ വളരെ മാന്യമായിട്ട് അദ്ദേഹത്തിന് നമ്മുടെ വിവേകാനന്ദ സ്വാമി അവിടെ ചെന്ന മാതിരിയുള്ള സ്വീകരണങ്ങളൊക്കെ ഒരുക്കി വെച്ചു. പക്ഷെ അവര് ഈ കൂടുതലും മാംസാഹാരങ്ങൾ ഭക്ഷിക്കുന്നവരാണ്. പക്ഷെ അവിടെ ഞാൻ അറിയില്ലായിരുന്നു മോഡിജി ഇങ്ങനെ ഒരു സസ്യബുക്കാണെന്നൊന്നും അറിയില്ലായിരുന്നു. 9 ദിവസം യോഗയും അപൂർവം ചില പഴവർഗ്ഗങ്ങളും കൊണ്ട് മാത്രമാണ്. മഹാനവമിയുടെ ആ ഒരു 9 ദിവസം കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ, PWD ഗസ്റ്റ് ഹൗസിൽ നിന്ന സമയത്ത് അവിടെ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ രാവിലെ ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് വന്ന സമയത്ത് ഇദ്ദേഹം തറയിൽ കിടക്കുകയാണ്. വടക്കം ഭാഷ പറഞ്ഞ് നിലത്തിങ്ങനെ കിടക്കുകയാണ്. അയ്യോ എന്താണ് എന്തെങ്കിലും കുറവുണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ തറയിലാണ് കിടന്നത്, എനിക്ക് രാവിലെ യോഗയുണ്ട്, തറയിൽ കിടന്നത് ബന്ധവരായിട്ടൊക്കെ കുറെ സംസാരിച്ചു. അപ്പൊ അവർക്ക് എന്താ അത്ഭുതം, ഇങ്ങനെയുണ്ട് ഒരു പ്രധാനമന്ത്രി. അപ്പൊ ഈ യോഗയുടെ ഗുണം അതാണ്. ഇത്രയും യോഗയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ മരുന്നില്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം. അപ്പൊ ഇത് നമ്മൾ ഇന്നിപ്പോ നമ്മൾ ചെറിയ രീതിയിൽ അതിന്റെ ഒരു എക്സസൈസ് ഒക്കെയാണ് എടുക്കുന്നത്. അതെല്ലാവരും വീട്ടിൽ ചെന്ന് പരിശീലിക്കുക. പിന്നെ കൂടാതെ നമ്മുടെ ഹോമിയോ, ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ മുകളിൽ ആഴ്ചയിൽ 2 ദിവസം ആണുങ്ങൾക്കും 2 ദിവസം സ്ത്രീകൾക്കും ഉണ്ട്. അതൊക്കെ പരിശീലിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. എന്റെ ഒരു ചെറിയൊരു അനുഭവം കൂടെ പറയുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊട്ടിയൂർ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ എന്റെ കാല് മൊത്തം നീരായിരുന്നു. കാരണം സ്ഥിരം യോഗ ചെയ്യുന്ന ആളാണ്. 2 ദിവസം ചെയ്തില്ല, 2 ദിവസം ചെയ്തുള്ളൂ. ഞാനിപ്പോ ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? നമസ്കാരം. ശശിജിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്ന ദിനം ജൂൺ 21-ാം തീയതി ചടയമംഗലം BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീപത്മം പാലസ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിന്റെ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇവർക്കും ഒരു ശുഭദിനം. നമ്മള് ഇതിന് ചിന്മുദ്ര, അതെല്ലാവർക്കും അറിയാം. ചിന്മുദ്ര എന്താണ്? ഇങ്ങനെ കൈ നമ്മുടെ മുട്ടൊന്നും മടങ്ങാതെ ഇരിക്കാൻ. എന്നിട്ട് ഓം പറയുമ്പോഴത്തേക്ക് മുകളിലേക്ക് ശ്വാസം എടുത്തിട്ട് എന്ന് പറയുമ്പോ താഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ബ്രീത്ത് ചെയ്യാം. ഓക്കെ. ഓ പറയും. ഓ ഇനി മതി. ഇനി നമ്മള് പ്രാണായാമം എല്ലാവർക്കും അറിയാം. പ്രാണായാമം കൊണ്ട് നമുക്ക് 3 മിനിറ്റ് നമ്മുടെ ജീവനാണ് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. 3 മിനിറ്റ്. പഴയ ആൾക്കാരൊക്കെ നമുക്കറിയാം, നമ്മുടെ സമാധി ആവണം എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെയാണ്. അവര് പ്രാണായാമം ചെയ്താണ് നമ്മുടെ ശ്രീനാരായണ സ്വാമി, ചട്ടമ്പി സ്വാമികളൊക്കെ നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രാണായാമം കൊണ്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഫക്കെട്ടുകളൊക്കെ മാറി കിട്ടും. പിന്നെ 3 മിനിറ്റ് വരെ നമ്മുടെ ശരിക്കും നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ 3 മിനിറ്റ് നമ്മുടെ ജീവനെ പുറത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ തള്ളവിരൽ ഈ വലതേ ഭാഗത്തെ മൂക്കിന്റെ ദ്വാരങ്ങൾ അടച്ചു പിടിക്കുക. എന്നിട്ട് മുകളിലേക്ക് ശ്വാസം ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതിൽ കൂടി താഴത്തേക്ക് അല്ല എടുക്കും മുകളിൽ. എന്നിട്ട് ചൂണ്ടാന്തി വിരൽ ഇടത് ഭാഗത്ത് വെച്ചിട്ട്
ആദ്യം നമ്മൾ അടച്ച മൂക്കിൽ കൂടി ശ്വാസം താഴത്തേക്ക് വിടാം. സൗണ്ട് കേട്ടോ, അത്ര നല്ലതായിട്ട് ഇഷ്ടപ്പെടാം. മതി. ഇനി നമുക്ക് കൈകളിങ്ങനെ നേരെ മുട്ട് മടങ്ങാതെ ഇങ്ങനെ പിടിക്കാം. ഇത് കണ്ട ചുറ്റിക്കാം വലത്തോട്ട്. നമ്മളെ ദണ്ട കറക്കിയവർക്കൊക്കെ അറിയാം, കൈ തിരിഞ്ഞു വരും. അത് കഴിഞ്ഞ് അടുത്തോട്ട് നമ്മുടെ വിരലുകൾക്കൊക്കെ ഈ കൈ മുക്കിനൊക്കെ ഒരു ഇത് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് മതി പഞ്ച് ചെയ്യാൻ കഴിയും. അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഈ വിരലുകൾക്കൊക്കെ അനങ്ങാതിരിക്കണം, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകണം. ഇത് 10 പ്രാവശ്യം ചെയ്താണ്. നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ചെറിയൊരു മതി വൈബ്രേഷൻ വരും. അത് കഴിഞ്ഞ് വിരലുകൾക്കുള്ള എക്സസൈസാണ്. വിരലുകൾ മാത്രമേ താഴ്ത്ത താഴ്ത്ത പൊക്ക താഴ്ത്ത പൊക്ക താഴ്ത്ത പൊക്ക. നമ്മളെല്ലാം മതി. നമ്മളെല്ലാവരും പ്രായമായവരാണ്. അപ്പൊ ഈ വിരലിൽ നിന്ന് അനങ്ങില്ല. അപ്പൊ ഞാനിപ്പം കുറെ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ മാറ്റം അറിയാം. ഇനി അടുത്തത് നമുക്ക് ഇതൊക്കെ എക്സസൈസാണ് കേട്ടോ. രണ്ട് ഇങ്ങനെ വെച്ചിട്ട് മുമ്പോട്ട്. അപ്പൊ നമ്മുടെ ബാക്കിൽ നമ്മൾ ആ രണ്ട് ഭുജത്തിന്റെ ഒരു എല്ലുകളിൽ അത് കൂട്ടുമുട്ടുന്ന പണ്ട് ഈ ശരവഞ്ചരൻ സിനിമയിൽ ചെയ്യാനൊക്കെ ചെയ്യുന്നു. ഇനി വീണ്ടും മുമ്പിലുണ്ട്. മതി. ഇങ്ങനെ നമ്മുടെ ചെസ്റ്റിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് കൈ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് അതെ ഇത് നിത്യം നമ്മൾ ചെയ്യണം. നമ്മുടെ ചെസ്റ്റൊക്കെ മതി 3 പ്രാവശ്യം. ഇത് നമുക്ക് ചെയ്യാനുള്ളത് കൈ എല്ലാവരും ഇങ്ങനെ വയ്ക്കുക. നേരെ ഇങ്ങനെ പതുക്കെ പോയിട്ട് പുറയിലേക്ക് നോക്കണം. അപ്പം നമ്മുടെ കണ്ണുകൾക്കുള്ള വ്യായാമമായി തിരിച്ചിങ്ങനെ പതുക്കെ വരിക. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പുറയിലേക്ക് നോക്കണം. നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ തീരെ അതെ സ്പീഡിൽ ചെയ്യും. കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ തീരെ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതിനൊക്കെ ബ്ലഡ് ഓട്ടാൻ കിട്ടാൻ മതി അത്രയും മതി. ഇന്നിപ്പോൾ പ്രാഥമികമായിട്ട് ചെയ്യേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്തത് ചെയ്യാനുള്ളത് കൈകളിങ്ങനെ പതുക്ക ബെൻഡ് ചെയ്യുക. കുറേ പതുക്ക ഇത് കുനിയ മുട്ടിൻ്റെ ഇങ്ങനെ വയ്ക്കുക. പെട്ടെന്ന് ഒരു 5 പ്രാവശ്യം. ഇതിൽ 10 കൗണ്ട് നമ്മൾ ഇങ്ങനെ കുഞ്ഞങ്ങ് നിൽക്കുക. അതെ. ഇനി നമുക്കുള്ളത് കാലുകൾ ഇങ്ങനെ മടക്കി വിടാം. പെട്ടെന്ന് ഇടുന്നത് ആദ്യം ഇടത്തെ കാല്, എന്നിട്ട് വലത്തെ കാല് പെട്ടെന്ന് ഇടുന്നത് ചെയ്യും. നമ്മുടെ കാലിൻ്റെ പാദത്തിന് മുട്ടിനൊക്കെ നമുക്ക് മതി മതി മതി. അത് കഴിഞ്ഞിട്ട് ലാലൻ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സുരേഷ് ഗോപിയുടെ സാങ്കല്പിക കസേരയിൽ ഇരിക്കുന്ന അറിയാലോ. ഒരു കസേരയിൽ ഇരിക്കുന്ന എത്രയാണോ അതേ ഭാഗത്ത് ചെയ്യാം. കൈ ഇങ്ങനെ വയ്ക്കാം. കൈ ചുറ്റുന്ന പൊങ്ങ, വീണ്ടും ഇരിക്കുക, വീണ്ടും പൊങ്ങ, വീണ്ടും ഇരിക്കുക. അപ്പൊ നമ്മുടെ മുട്ടിന്റെ ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടും. ഒരു പ്രാവശ്യം ഇത് ചെയ്യാം മതി. സൂര്യാസ്കാരം ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ കോണോട് നിന്നെങ്കിലാ സംഘഭാഷയിലെ ദക്ഷിണാർത്ഥബോധം എന്ന് പറയില്ലേ, കോണോടോട് നിൽക്കുകയാണെങ്കിലേ അപ്പൊ എല്ലാവരും അതായിരിക്കും സൗകര്യം എനിക്ക് തോന്നുന്നു. സൂര്യ നമസ്കാരമാണ്. നമ്മുടെ ഈ സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ പരമമെന്നാണ്. അത് മന്ത്രം ചെയ്ത് ഇപ്പൊ നമ്മളിവിടെ ചെല്ലുന്നില്ല, മന്ത്രം ചൊല്ലാം. തേജസ്സിനാമലേ നമസ്കൃമാ വിദുഷാമലേ നാരായണ സരസിജാസന സന്നിവിഷ്ട എന്നും പറഞ്ഞ് ചൊല്ലിയിട്ട് നമ്മൾ ചെയ്യുന്നത്. തീരുമ്പോഴും ഇതുണ്ട്. പക്ഷെ അത് നമുക്കിപ്പോ വേണ്ട. പക്ഷെ ചെയ്യുന്ന ഓരോ ഇതിലും നമുക്ക് മന്ത്രം ഇത് ചെയ്യാം. ആദ്യം കാലിന്റെ പാദങ്ങൾ ചേർത്ത് പിടിക്കുക. കൈയുടെ മുട്ട് നെഞ്ചിലിരുന്നിട്ട് തൊഴിലെടുക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ ശ്വാസം ഒന്നും പിടിക്കണ്ട, പുറയിലേക്ക് വളയണം.
അല്ലെങ്കിൽ വീണ്ടും മുമ്പോട്ട് വരാം. വേണ്ട, കൈ താഴത്ത് കുത്തണമെന്ന് പറ്റില്ലേ? മതി. എന്നിട്ട് ഇടത്തെ കാല് പുറയിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് സിംഹം ഇത് നോക്കുന്ന രീതിയിലിരിക്കാം. അത് കഴിഞ്ഞിട്ട് വലത്തെ കാല് പുറയിലേക്ക് ഇറക്കി വെക്കാം. നമ്മുടെ പലക ചാരി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ. അത് കഴിഞ്ഞിട്ട് നെഞ്ച്, നെറ്റി, മൂക്ക് ഇതെല്ലാം നിലത്ത് മുട്ടാം, കണക്കാം. എന്നിട്ട് മുമ്പോട്ട് ആഞ്ഞു വരാം. നമ്മുടെ മത്സ്യങ്ങൾ വന്നിട്ട് പുറയിലേക്ക് നോക്കാം. വീണ്ടും കാലുകൾ കുത്തി ഇങ്ങനെ നിൽക്കാം. വലത്തെ കാല് കയറ്റി വയ്ക്കാം. വലത്തെ കാല് മുമ്പോട്ട് വീണ്ടും ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. വീണ്ടും പുറയിലേക്കൊന്ന് പതുക്കെ ആയ വീണ്ടും തൊഴിൽ. നമുക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്തോടെ, ഇനി 2 പ്രാവശ്യം കൂടി ചെയ്യാമല്ലോ അല്ലേ? അപ്പൊ ഈ സൂര്യ-നമസ്കാരം ചെയ്താൽ നമുക്ക് വേറെ ഒരു യോഗയും ചെയ്യണ്ട. 64 യോഗകൾ ചെയ്യുന്നതിന് സമമാണ് ഈ സൂര്യ-നമസ്കാരം. അതിന്റെ ഒരു കാര്യം പറയാനായിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഈ ചെറുപ്പത്തിന്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇരിക്കണേ? എന്താണെന്ന് ചോദിച്ചാൽ 108 സൂര്യ-നമസ്കാരം ഒരു ദിവസം ചെയ്യും. അദ്ദേഹത്തിന്റെ മകൻ ദുർക്കർ മടിയനായിരുന്നു. അതൊക്കെ ഈ TV-യിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ പുള്ളി മടിയനായിരുന്നു, വിളിച്ചാലും കേൾക്കില്ല. അപ്പൊ അദ്ദേഹം ചെയ്തു തുടങ്ങിയ പുള്ളി പറയുന്നത്, എനിക്കിപ്പോ രാവിലെ എനിക്ക് എഴുന്നേറ്റെങ്കിലാ പ്രശ്നം. സൂര്യ-നമസ്കാരം പുള്ളിയും ചെയ്തു തുടങ്ങി. ആ സൂര്യ-നമസ്കാരത്തിൽ പുറയിലേക്ക് പതുക്കെ ബെൻഡ് ചെയ്യുക, മുമ്പിലേക്ക് വരിക, കൈ നിലത്ത് കുത്താൻ പറ്റുമെങ്കിൽ പതുക്കെ നോക്കാം. ഇടത്തെ കാല് ഇറക്കി വയ്ക്കാം, സിംഹം. അത് കഴിഞ്ഞ് വലത്തെ കാല് ഇറക്കി വയ്ക്കാം, ഒരു പലക ചാരി. നെറ്റ്, നെഞ്ച്, മൂക്ക് ഇതെല്ലാം നിലത്ത് മുട്ടുക. വീണ്ടും മത്സ്യം എങ്ങനെ പുറയിലേക്ക് നോക്കാം. വീണ്ടും കാലുകൾ കുത്തി ഇങ്ങനെ നിൽക്കാം. വലത്തെ കാല് കൈകളുടെ ഇടയിലേക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്ന നോക്കാം. വീണ്ടും കുഞ്ഞിരിക്കാം, എഴുന്നേക്കാം, പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്യുക, തൊഴുക. ഒരാശ്രമത്തിൽ നമുക്ക് നിർത്താം. ചെയ്തോ. ഇടത്തെ കാല് പുറയിൽ, വീണ്ടും കട്ടേ കാല് പുറകെ വയ്ക്കാം. നെഞ്ചി, നെറ്റ്, മൂക്കൊക്കെ നിറത്തി മുട്ടാം. മത്സ്യം വെള്ളത്തിൽ വരുന്നതിന് കാലുകൾ നീക്കാം. വലത്തെ കാല് കയറ്റി വയ്ക്കാം. വീണ്ടും നീക്കുക, പതുക്കെ ബെൻഡ് ചെയ്യുക. നമ്മുടെ മന്ത്രം പറഞ്ഞില്ല, അപ്പൊ അത് കുഴപ്പമില്ല. 13 മന്ത്രം ഇത് നമ്മൾ 5 എണ്ണം ഡെയിലി ചെയ്താൽ മതി. നമ്മുടെ ശരീരമൊന്നും ഇതായില്ല. മതിയാ മതിയാ. എല്ലാവർക്കും നമ്മളെല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരാണ്. ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നും പറയണ്ട. എല്ലാവരും നമ്മുടെ ഈ യോഗ ദിനത്തോടനുബന്ധിച്ച് ക്ഷണിച്ച് എത്തിയ എല്ലാവർക്കും, യോഗയിൽ ഇത് അഭ്യാസങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു. യോഗ സന്ദേശം യോഗദിനത്തിന്റെ സന്ദേശം ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ്. 11ാമത് ലോക അന്താരാഷ്ട്ര ദിനമാണ്. നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ യോഗ എന്ന് പറയുന്ന ഈ പ്രതിഭാസം എന്തെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത് ലോകത്തിലെ 336 രാഷ്ട്രങ്ങളിൽ രാഷ്ട്ര തലവന്മാർ അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ യോഗ എന്ന് പറയുന്നത്. ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിശാഖപട്ടണത്ത്, ആന്ധ്രാപ്രദേശമായ വിശാഖപട്ടണത്ത് 3 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് അവിടെ യോഗ നടത്തുകയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഡെറാഡൂണിലെ പോലീസ് മൈതാനത്ത് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഇത് നടത്തുകയാണ്. ലോകത്തിലെ 136 രാജ്യങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യോഗ.
അപ്പൊ ലോക രാജ്യങ്ങളെല്ലാം ഈ യോഗയുടെ ശക്തിയും യോഗയുടെ ചൈതന്യവും യോഗയുടെ പ്രാധാന്യവും നിന്ന് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ നമുക്കറിയാം കേന്ദ്രമന്ത്രിമാര് ത്തിലെ ഏറ്റവും പ്രമുഖരായ സിനിമാ നടന്മാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാരെല്ലാം ഈ യോഗയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ഏറ്റവും നല്ല ആരോഗ്യം പരിപാലിച്ചുകൊണ്ടിരുന്നത്. വേറെയാ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തിരുവനന്തപുരത്ത് യോഗ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തൃശ്ശൂരിലെ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. കേരളത്തിലെ മന്ത്രിമാരടക്കം ലോകത്തിലെ മന്ത്രിമാരടക്കം പ്രമുഖരായവരെല്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ ആളുകളിലും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ഈ യോഗ സർവ്വവ്യാപിയായി ലോകത്തിന്റെ സർവ്വവ്യാപിയായി ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യോഗയ്ക്ക് ഇന്ന് ഒരു സന്ദേശമുണ്ട്. അപ്പൊ ഓരോ വർഷത്തെ യോഗയ്ക്കും ഓരോ സന്ദേശമുണ്ട്. ഇന്ന് ഏകലോകം ലോക ആരോഗ്യം യോഗയിലൂടെ എന്നുള്ളതാണ് നമ്മുടെ യോഗയുടെ സന്ദേശം. അപ്പൊ ഓരോ വർഷം തുടർന്ന 11ാമത്തെ യോഗയുടെ ഈ സന്ദേശം ഇതാണ്, ഏകലോകം. നമുക്കറിയാം, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ടതല്ല. ഈ ലോകം ഒരു കുടക്കീഴിൽ അണിനിരത്തണമെന്നുള്ള നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ആഗ്രഹത്തിന്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ യോഗ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആചരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്തതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തെ നമ്മൾ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ഈ യോഗയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലെ നമ്മുടെ മഹർഷീശ്വരന്മാർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഒരു ചികിത്സാ രീതിയാണ് നമ്മുടെ യോഗ. ഇവിടെ നമുക്കിവിടെ ക്ലാസ് എടുത്താൽ നമ്മുടെ സുരേഷ് ജിയൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി യോഗയുടെ പ്രാധാന്യം. അപ്പൊ ലോകത്ത് മുഴുവൻ ആളുകൾക്കും ഇതിന്റെ പ്രാധാന്യം മനസ്സിലായി കഴിയും. നമ്മുടെ പ്രധാനമന്ത്രി ആയാലും അതുപോലെ തന്നെ ലോക നേതാക്കന്മാരായാലും ട്രംപ് അടക്കമുള്ള ആളുകൾ ഈ യോഗയുടെ ആ മാസ്മരിക ശക്തി, ചൈതന്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലും ഇത് നിർബന്ധമായും ഇന്ന് ഈ യോഗാ ദിനം ആചരിക്കുവാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് ഇവിടെ ഈ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ യോഗ ഇന്ത്യയിലെ 3 ലക്ഷം സ്ഥലങ്ങളിലാണ് ഈ യോഗ നടക്കുന്നത്. ഇന്ത്യയിലെ 3 ലക്ഷം ജനങ്ങൾ. നമ്മുടെ ആന്ധ്രയില് വിശാഖപട്ടണത്ത് 2 കോടി ജനങ്ങളാണ് ആ യോഗയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള ആസകലം ജനങ്ങൾ, ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ഇതിനകത്ത് മതമില്ല, ഇതിനകത്ത് മറ്റുള്ള വൈജാത്യങ്ങളൊന്നുമില്ല, മുഴുവൻ ആളുകൾ ഒരുമിച്ച് ഇതിനകത്ത് എല്ലാ മതത്തിൽപ്പെട്ടവരും, നമുക്കറിയാം യോഗ ക്ലാസ്സുകളിൽ പോയാൽ നമുക്കറിയാം എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും പങ്കെടുക്കുന്ന ഒരു ആചാരമാണ് ഈ യോഗ എന്ന് പറയുന്നത്. അവർക്ക് എന്തെല്ലാം അസുഖങ്ങൾ, ക്യാൻസർ പോലും മാറിക്കിട്ടുന്ന ഒരു ബൃഹത്തായ ഒരു കാര്യമാണ് ഈ യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ യോഗ നമ്മുടെ ലോകത്തിന് വേണ്ടിയുള്ള ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ഒരു ശ്ലോകത്തിൽ അടിസ്ഥിതമായതാണ് യോഗ. അതിനകത്ത് ഈ സന്ദേശം എന്ന് പറയുന്നത് ഈ മുഴുവൻ ആളുകളും ഇത് ഒരു ജീവിതചര്യയായി മാറ്റി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം എന്ന് മാത്രമാണ് ഈ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇതിന്റെ സന്ദേശമായി എനിക്ക് ഇന്നിവിടെ നൽകാറുള്ളത്. ജയ് ഹിന്ദ്. അന്താരാഷ്ട്ര യോഗാ ദിന ആചരണത്തിന്റെ ഭാഗമായി ചടയമംഗലം BJP മണ്ഡലം കമ്മിറ്റി ശ്രീകൃഷ്ണം പാലസിൽ സംഘടിപ്പിച്ച യോഗാ ദിന ആചരണത്തിന്റെ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. സാക്ഷിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്ന് യോഗാ ദിന ആചരണത്തിലെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ തത്സമയം ഞങ്ങൾ ഇവിടെ പൂർത്തീകരിക്കട്ടെ. നന്ദി, നമസ്കാരം, ഏവർക്കും ശുഭദിനം.